മലപ്പുറം വാഴക്കാട് മുടക്കോഴി മലയിലെ ചെങ്കൽ ഖനനം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നെന്ന് പരാതി. വർഷങ്ങളായി മുടക്കോഴി മലയുടെ വിവിധ ഭാഗങ്ങളിലായി ചെങ്കൽ ഖനനം നടന്നുവരുന്നു. കല്ലുവെട്ടിയ വലിയ കുഴികളിൽ വെള്ളം നിറയുന്നതോടെ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുകയാണ് പ്രദേശവാസികൾ. ശക്തമായ മഴയിൽ മലയിൽ നിന്ന് വെള്ളവും മണ്ണും കുത്തിയൊലിച്ചു വന്നതോടെ നിരവധി വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. ഈ റിപ്പോർട്ട് കൂടി നാട്ടുവിശേഷം പൂർണ്ണമാവും. ഇതിനുശേഷം ധന്യാവിശം ചേരും ന്യൂസ് അപ്ഡേറ്റ്സിൽ. മല 700 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ചെങ്കൽ മലയാണ്. ഇവിടെ ഖനനം വർഷങ്ങളോളായി ഖനനം ചെയ്ത് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു. പക്ഷേ അത് അവസാനം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമ്മളെ കിണറുകൾ നശിച്ചു, വെള്ളം വറ്റി. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വർഷക്കാലമായാൽ വീട് ഇടിയുക, വീടിൻ്റെ ഭിത്തികൾ ഇടിയുക, ഇങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കൽ തുടങ്ങിയപ്പോൾ, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് പോലും വാഹനങ്ങൾ പിന്നെ ചീറിപ്പായ, ഈ ഡ്രൈവർമാർ തീരെ ശ്രദ്ധിക്കാതെ അവർ മൊബൈൽ ഫോണിലൊക്കെ നോക്കിയിട്ടുള്ള റെക്ലെസ് ഡ്രൈവിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത്. ഞാൻ ഈ അനധികൃത ഖനനത്തിൻ്റെ ഒരു ഇരയാണ്. ഞാൻ കഴിഞ്ഞ മെയിലാണ് എൻ്റെ വീടിന് വെള്ളം കുത്തിയൊലിച്ച് വന്നിട്ട് വീടിൻ്റെ ടൈല് പൊട്ടി, ചുമര് വിണ്ട്, ബാക്ക് സംരക്ഷണ ഭിത്തി ഒന്നായിട്ട് തകർന്നതായിപ്പോയി. ഇന്ന് വരെ പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികൃതരോ ഒന്നും ഒരു സഹായം ഒന്നും കിട്ടിയില്ല. ഒരു വർഷമായിട്ട് ഞാൻ വാടക, 8 വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വാടകയ്ക്കായി. ബാങ്കിൽ നിന്ന്, സഹകരണ ബാങ്കിൽ നിന്ന്, കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് ഞാൻ വീട് നിർമ്മിച്ചത്. ചുരുക്കി പറഞ്ഞാൽ സഹകരണ ബാങ്കിൻ്റെ അടവ് തെറ്റി ജപ്തി നോട്ടീസ് വരെ വന്ന് ആകെ കടക്കണിയിൽ നിൽക്കുക. ബുദ്ധിമുട്ട് എന്ത് ചെയ്യും എന്നല്ല, ഇപ്പോൾ ഒരു ആത്മഹത്യൻ്റെ വക്കത്ത് നിൽക്കുക. കാരണം ഓരോ ദിവസവും കടം വന്നിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. നിയമപരമായിട്ട് നമുക്ക് കിട്ടാനുള്ള എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി. അവസാനം 2024 ഏപ്രിൽ അവരെ ഈ ലൈസൻസ് അവസാനിച്ചതോടുകൂടി പിന്നെ പുതിയ ലൈസൻസ് അവർക്ക് കിട്ടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ സമരം കൊണ്ട് വിജയം കാണുകയുണ്ടായി. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പേരിൽ അവർ കള്ളക്കേസ് കൊടുത്ത് അവസാനം അത് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം ആ കേസുകളെല്ലാം റിജക്റ്റ് ചെയ്താണ്. കാരണം തെളിവില്ലാത്തതിൻ്റെ പേരിൽ അവർക്കുള്ള ലൈസൻസുകൾ കാണിക്കാൻ കഴിയാത്തില്ല. ഒരു വർഷത്തോളം അവർക്ക് ഖനനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ രണ്ടാമത് അവർ ഒരു 1-2 മാസമായി വീണ്ടും ഖനനം ആരംഭിച്ചു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന ചെറിയ റോഡുകളിലൂടെ കല്ലുമായി ലോറികൾ അശ്രദ്ധമായും അമിത വേഗതയിലും പോകുന്നതും വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മീഡിയ 1 മലപ്പുറം.